ഡിയർ സ്റ്റുഡൻസ്, ബിസിനസ് റിസർച്ച് മെത്തേഡ്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. ഇതൊരു എക്സാം സ്പെഷ്യൽ ക്ലാസ് ആണ്. നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കുന്നതിന് വേണ്ടി നിങ്ങളെ സഹായിക്കുന്ന ഒരു ക്ലാസ് ആയിരിക്കും. ബികോം BBAക്കാർക്ക് ഒരേപോലെ ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് കൂടിയായിരിക്കും ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ബിസിനസ് റിസർച്ച് മെത്തേഡ്സുമായിട്ട് ബന്ധപ്പെട്ട് സിലബസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും ഓൾറെഡി കവർ ചെയ്തതാണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കാണുന്നതിന് വേണ്ടി നിങ്ങൾക്ക് കൊമേഴ്സ് ക്ലാസ് പാർട്ണർ എന്ന ഈ ചാനലിൻ്റെ ബിസിനസ് റിസർച്ച് മെത്തേഡ്സ് എന്ന പ്ലേലിസ്റ്റ് നോക്കാവുന്നതാണ്. ഇന്ന് നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയതും എന്നാൽ ചില കാരണങ്ങൾ കൊണ്ട് ഉൾപ്പെടുത്താൻ വിട്ടുപോയതും എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയതുമായിട്ടുള്ള പല കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ക്ലാസ് നമ്മൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കത് എക്സാമിന് തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ട ക്ലാസ്സുകളാണ്. അത് ഏറ്റവും ഷോർട്ടായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടൊക്കെ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ക്ലാസ് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാനും മറന്നു പോകരുത്. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വയ്ക്കാം. ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ബാക്കി പോർഷൻസ് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇന്ന് നമ്മൾ എടുക്കുന്നത് മൊഡ്യൂൾ 1 ആണ്. മൊഡ്യൂൾ 1-ൽ നമുക്ക് 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഒപ്പം തന്നെ ഇതിൽ നിന്ന് essay ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. റിസർച്ചിൻ്റെ സ്റ്റെപ്സ്, ഫേസസ് ഉൾപ്പെടെയുള്ള essay ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസർച്ച് തുടങ്ങിയ ക്വസ്റ്റ്യൻസും കൂടാതെ ഷോർട്ട് essay ക്വസ്റ്റ്യൻസും 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ധാരാളം വരുന്ന ഏരിയ തന്നെയാണ് മൊഡ്യൂൾ 1. അപ്പോൾ ഇതിൻ്റെ ആദ്യ ഭാഗമാണെന്ന് പ്രസൻറ്റ് ചെയ്യുക. ടൈപ്സ് ഓഫ് റിസർച്ച് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഇൻഡക്ഷൻ ആൻഡ് ഡിഡക്ഷൻ തിയറിയൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഉൾപ്പെടുന്നതാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന വേരിയബിൾ മറ്റൊരു മൊഡ്യൂളിൽ വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ വേരിയബിൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്കിയുള്ള പോർഷൻസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു മൊഡ്യൂൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്കാദ്യം റിസർച്ചിൻ്റെ മീനിങ്ങിൽ ആരംഭിക്കാം. വാട്ട് ഈസ് റിസർച്ച് അല്ലെങ്കിൽ വാട്ട് യു മീൻ ബൈ റിസർച്ച് എന്ന ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ എന്താണ് റിസർച്ച് എന്നുള്ളത് നമുക്ക് എഴുതേണ്ടതുണ്ട്. ജനറലി റിസർച്ച് ഈസ് ദി ഓർഗനൈസ്ഡ് ആൻഡ് സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ആൻസേഴ്സ് ടു ക്വസ്റ്റ്യൻസ്. അതായത് നമ്മൾക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ സമൂഹത്തെ ഫേസ് ചെയ്യുന്നതാകാം. അപ്പോൾ അവർ ഫേസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ അതിനുള്ള പരിഹാരം എന്ന നിലയിൽ നമ്മൾ നടത്തുന്ന സ്റ്റഡിയാണ് ഓർഗനൈസ്ഡ് ആൻഡ് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ നടത്തുന്ന ആ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താനുള്ള സ്റ്റഡിയാണ് റിസർച്ച് എന്ന് പറയുക. റിസർച്ച് ഈസ് ദി ഓർഗനൈസ്ഡ് ആൻഡ് സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ആൻസേഴ്സ് ടു ക്വസ്റ്റ്യൻസ്. ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് ബിക്കോസ് ഇതിനൊരു സിസ്റ്റമാറ്റിക് പ്രോസസ്സായിട്ടാണ് പറയുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ബ്രോക്കൺ അപ്പ് ഇൻ ടു ക്ലിയർ സ്റ്റെപ്സ് ദാറ്റ് ലീഡ് ടു കൺക്ലൂഷൻസ്. അതായത് ചില സ്റ്റെപ്പുകളിലൂടെ പ്രോസസ്സുകളിലൂടെ കടന്നുപോയിക്കൊണ്ടാണ് നമ്മൾ ഈ സൊല്യൂഷനിലേക്ക് ആൻസറിലേക്ക് എത്തുന്നത്. ഇപ്പോൾ റിസർച്ചിൻ്റെ സ്റ്റെപ്സ് അല്ലെങ്കിൽ ഫേസസ് എന്നുള്ള ആ ഒരു ഹെഡിങ്ങിൻ്റെ താഴെ റിസർച്ചിൻ്റെ ഇത്തരത്തിലുള്ള സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ്, വിവിധ ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ സൊല്യൂഷൻസ് കണ്ടെത്തുക അല്ലെങ്കിൽ ചില ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് കണ്ടെത്തുക, അതിനുവേണ്ടി നടത്തുന്ന ഓർഗനൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മെത്തേഡാണ്, ചില സ്റ്റെപ്പുകളെയാണ് നമ്മൾ റിസർച്ച് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ബിസിനസ് റിസർച്ച് എന്താണെന്നുള്ളതാണ്. ഇപ്പോൾ റിസർച്ചിൻ്റെ ആ ഒരു കോണ്ടെക്സ്റ്റിൽ ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ബിസിനസ് റിസർച്ച് എന്താണെന്ന് നോക്കാം. അതിൻ്റെ മീനിങ്ങും ഡെഫിനേഷനുമാണ് നമ്മൾ നോക്കുക. വാട്ട് ഈസ് ബിസിനസ് റിസർച്ച് എന്ന് നോക്കാം. ബിസിനസ് റിസർച്ച് ഈസ് എ സിസ്റ്റമാറ്റിക് എൻക്വയറി ദാറ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ടു ഗൈഡ് മാനേജറിയൽ ഡിസിഷൻസ്. അതായത് മാനേജ്മെൻറ്റിന് ഡിസിഷൻസ് എടുക്കുന്നതിന് ദേ നീഡ് എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ. അവർക്ക് ധാരാളം ഇൻഫർമേഷൻ ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നൽകുന്നതിന് വേണ്ടി അതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന സിസ്റ്റമാറ്റിക് എൻക്വയറി അന്വേഷണത്തെയാണ് ബിസിനസ് റിസർച്ച് എന്ന് പറയുക. ബിസിനസ് റിസർച്ച് ഈസ് എ ടൈപ്പ് ഓഫ് റിസർച്ച് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ ബിസിനസ് റിസർച്ച് നടത്തുന്നതിനുള്ള ഒരു ഉദാഹരണം വേണമെങ്കിൽ പറയുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയിൽ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പ്രോജക്റ്റ് ഏതാണ്, അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് അന്വേഷിച്ചുകൊണ്ടുള്ള റിസർച്ച് ആകാം. ഓർ സ്റ്റാർട്ട് ഓഫ് ബിസിനസ് ഓർ സക്സീഡിങ് ഇംപ്രൂവ്മെൻറ്റ്, ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് മുമ്പുള്ള റിസർച്ച് ആകാം. അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ്, നമ്മൾ എന്തെങ്കിലും ഇംപ്രൂവ്മെൻറ്റ് നടത്തിക്കൊണ്ട് നമ്മുടെ ബിസിനസ്സിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള റിസർച്ച് ആകാം. അപ്പോൾ അതിനുവേണ്ടിയുള്ള സിസ്റ്റമാറ്റിക് എൻക്വയറിയാണ് ബിസിനസ് റിസർച്ച് എന്ന് പറയുക. ബിസിനസ് റിസർച്ചിൻ്റെ ഒരു ഡെഫിനേഷൻ നമുക്ക് നോക്കാം. മക്ഡാനിയൽ ആൻഡ് ഗേറ്റ്സ് പറഞ്ഞിരിക്കുന്നത് ബിസിനസ് റിസർച്ച് ഈസ് ദി പ്ലാനിംഗ്, കളക്ഷൻ ആൻഡ് അനാലിസിസ് ഓഫ് ഡാറ്റ റെലവൻറ്റ് ടു ബിസിനസ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ദ റിസൾട്ട്സ് ഓഫ് ദീസ് അനാലിസിസ് ടു ദി മാനേജ്മെൻറ്റ്. ഇപ്പോൾ ഇവിടെ മക്ഡാനിയൽ ഗേറ്റ്സ് ബിസിനസ് റിസർച്ചിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പ്ലാനിംഗ്, കളക്ഷൻ ആൻഡ് അനാലിസിസ് ഓഫ് ഡാറ്റ റെലവൻറ്റ് ടു ബിസിനസ് ഡിസിഷൻ മേക്കിംഗ്. ബിസിനസ് ഡിസിഷൻ മേക്കിങ്ങിന് റെലവൻ്റ് ആയിട്ടുള്ള, അത്യാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ പ്രാധാന്യം അർഹിക്കുന്ന ഡാറ്റ കളക്ട് ചെയ്യുക, അതിനുവേണ്ടിയുള്ള പ്ലാന്, കളക്ഷൻ ഓഫ് ഡാറ്റ, അതിൻ്റെ അനാലിസിസ്, ഇതെല്ലാം ബിസിനസ് റിസർച്ചിൽ ഉൾപ്പെടുന്നു. ഒപ്പം തന്നെ അതിൻ്റെ അനാലിസിസ് നടത്തിയിട്ട്
അത്യാവശ്യമുള്ള വിവരങ്ങൾ മാനേജ്മെൻറ്റിന് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അല്ലേ. കമ്മ്യൂണിക്കേഷൻ ഓഫ് ദി റിസൾട്ട്സ് ഓഫ് ദീസ് അനാലിസിസിൻ്റെ വിവരങ്ങൾ മാനേജ്മെൻറ്റിന് ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടി കൈമാറുന്ന ആ ഒരു പ്രക്രിയയാണ് ബിസിനസ് റിസർച്ച് എന്ന് മക്ഡാനിയൽ ആൻഡ് ഗേറ്റ്സ് പറഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് റിസർച്ചിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം. നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് ആൻഡ് ഒബ്ജക്റ്റീവ് പ്രോസസ് ഓഫ് ഗാദറിംഗ്, റെക്കോർഡിംഗ് ആൻഡ് അനലൈസിംഗ് ഡാറ്റ ഫോർ ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി ആവശ്യമായിട്ടുള്ള ഡാറ്റ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ ഗാദർ ചെയ്യുന്നു, കളക്ട് ചെയ്യുന്നു, അത് റെക്കോർഡ് ചെയ്യുന്നു, അത് അനാലിസിസ് നടത്തുന്നു. അതാണ് അതിൻ്റെ ഈ ബിസിനസ് റിസർച്ചിൻ്റെ ഒന്നാമത്തെ ഫീച്ചർ. രണ്ടാമത്തത് ബിസിനസ് റിസർച്ച് ഹാസ് എ ക്ലിയർ ഒബ്ജക്റ്റീവ്. ബിസിനസ് റിസർച്ചിന് അത് ചെയ്യുന്നതിന് വേണ്ടി കൃത്യമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും അല്ലേ. ബിസിനസ്സിൻ്റെ ഡെവലപ്മെൻ്റ് ആകാം, അല്ലെങ്കിൽ ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിക്കുന്നതാവാം. അപ്പോൾ ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റീവ് വെച്ചുകൊണ്ടാണ് ഓരോ ബിസിനസ് റിസർച്ചും നടത്തുക. ദെൻ ബിസിനസ് റിസർച്ച് ഈസ് മൾട്ടി ഡിസിപ്ലിനറി. ബിസിനസ് റിസർച്ച് എന്ന് പറയുന്നത് മൾട്ടി ഡിസിപ്ലിനറി ആണ്. വിവിധങ്ങളായിട്ടുള്ള സബ്ജക്റ്റുകളുടെ ആപ്ലിക്കേഷൻസ് അതിൽ വരുന്നുണ്ട്. പല സബ്ജക്റ്റുകളുടെയും ഉപയോഗങ്ങൾ, അതിൽ നിന്നെടുത്ത കടമെടുത്ത ആശയങ്ങൾ നമ്മൾ ബിസിനസ് റിസർച്ചിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇറ്റ് കവേഴ്സ് ഓൾ ദി റീജിയൻസ് ഇൻ വിച്ച് ദ ബിസിനസ് ഓപ്പറേറ്റ്സ് ലോക്കലി ഓർ ഇന്റർനാഷണലി. അപ്പോൾ ഇത് ലോക്കലായിട്ടുള്ള ബിസിനസ് സംരംഭങ്ങൾ, ഇന്റർനാഷണൽ ലെവലിൽ ഉള്ള ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്ന ബിസിനസ് സംരംഭങ്ങൾ, എല്ലാ തരത്തിലും ഈ ബിസിനസ് റിസർച്ച് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇറ്റ് കവേഴ്സ് ഓൾ ദി റീജിയൻസ്, ലോകത്തുള്ള എല്ലാ ഭാഗങ്ങളും ബിസിനസ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ബിസിനസ് റിസർച്ച് ആവശ്യമാണ്. ഇറ്റ് ഹെൽപ്സ് ടു ഡിറ്റർമൈൻ ദ കോസ്റ്റ് ഓർ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദി ബിസിനസ്. ഒരു ബിസിനസ്സിന് എത്രമാത്രം കോസ്റ്റ് ഉണ്ടാകും, അത് എത്രമാത്രം പ്രോഫിറ്റബിൾ ആണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയൊക്കെ ഈ ബിസിനസ് റിസർച്ച് ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ ഇൻ നേച്ചർ. ബിസിനസ് റിസർച്ച് എന്ന് പറയുന്നത് അതൊരിക്കലും റിജിഡ് അല്ല, അത് ഫ്ലെക്സിബിൾ ആണ്. അത് ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച്, ബിസിനസ്സിലെ ഓരോ സിറ്റുവേഷൻസ് അനുസരിച്ചും ഈ പറയുന്ന ബിസിനസ് റിസർച്ചിൻ്റെ രീതികളിൽ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ഫ്ലെക്സിബിൾ ആണ്, ചേഞ്ചബിൾ ആണെന്ന് പറയുന്നത്. ദെൻ ബിസിനസ് റിസർച്ച് ഈസ് മോസ്റ്റ് ഓഫൺ ഡിമാൻഡ് ഡ്രിവൺ. ഡിമാൻഡിനെ ബേസ് ചെയ്തുകൊണ്ടാണ്, എപ്പോഴാണോ ഒരു ആവശ്യം വരുന്നത്, നീഡ് ബേസ്ഡ് ആണ്, എപ്പോഴാണോ ഒരു ആവശ്യം വരുന്നത് അതിനനുസരിച്ച് ഉള്ള റിസർച്ചാണ് ഓരോ കാലഘട്ടങ്ങളിലും ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത്. ഇത്രയൊക്കെയാണ് ബിസിനസ് റിസർച്ചിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി നമുക്ക് ഇമ്പോർട്ടൻസ് ഓർ സിഗ്നിഫിക്കൻസ് ഓർ ബെനിഫിറ്റ്സ് ഓഫ് ബിസിനസ് റിസർച്ച് നോക്കാം. ബിസിനസ് റിസർച്ചിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, സിഗ്നിഫിക്കൻസ് എന്താണ്, അല്ലെങ്കിൽ വാട്ട് ആർ ദി ബെനിഫിറ്റ്സ് ഓഫ് ബിസിനസ് റിസർച്ച് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ, ഇൻഫർമേഷൻ ഫോർ ഇക്കണോമിക് പ്ലാനിങ്. ഒന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ബിസിനസ് റിസർച്ചിലൂടെ ഇക്കണോമിക് പ്ലാനിങ്, സാമ്പത്തിക ആസൂത്രണത്തിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ ലഭിക്കുന്നുണ്ട്. ബിസിനസ് റിസർച്ച് കളക്ട്സ് ഇൻഫർമേഷൻ ഓൺ ദി ഇക്കണോമിക് ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ ഓഫ് ദി നേഷൻ. അപ്പോൾ ഒരു രാഷ്ട്രത്തിൻ്റെ ഇക്കണോമിക്കലായിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള സോഷ്യലായിട്ടുള്ള സ്ട്രക്ചർ അതെല്ലാം അനാലിസിസ് നടത്തി അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻ എല്ലാം ഈ റിസർച്ചിലൂടെ കളക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ദെൻ ഇറ്റ് ഹെൽപ്സ് ടു സോൾവ് ഓപ്പറേഷണൽ ആൻഡ് പ്ലാനിങ് പ്രോബ്ലംസ്. ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഓപ്പറേറ്റിംഗ് ഫങ്ഷൻസിൽ, ബിസിനസ് പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ പ്ലാനിങ്ങുമായിട്ട്, ആസൂത്രണമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ആവശ്യമായിട്ടുള്ള ഒരു സഹായം ബിസിനസ് റിസർച്ച് നൽകുന്നുണ്ട്. then it helps in business decision making. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അല്ലേ. ബിസിനസ് ഡിസിഷൻ മേക്കിങ്ങിന് അല്ലെങ്കിൽ മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ നൽകുന്നത് ബിസിനസ് റിസർച്ചിലൂടെയാണ്. then it helps in forecasting demand, production etc. ഒരു സ്ഥാപനത്തിൻ്റെ പ്രൊഡക്റ്റിൻ്റെ അതിൻ്റെ ഡിമാൻഡ് എത്രമാത്രം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് മുൻകൂട്ടി കാണുന്നതിന് വേണ്ടി, ഫോർകാസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി, പ്രൊഡക്ഷൻ നമുക്ക് അതനുസരിച്ച് പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടി, അതിനെല്ലാം നമുക്ക് ഡാറ്റ ആവശ്യമാണ് അല്ലേ. അപ്പോൾ ഈ ഡാറ്റ എല്ലാം കളക്ട് ചെയ്യപ്പെടുന്നത് വിവിധങ്ങളായിട്ടുള്ള റിസർച്ച് പ്രോസസ്സിലൂടെയാണ്. then it helps to formulate policies at ഗവൺമെൻറ് ലെവൽസ്. ഗവൺമെൻറ് ലെവലിൽ പോലും പോളിസികൾ ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടി, ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട നയരൂപീകരണത്തിന് വേണ്ടിയും ഈ റിസർച്ചിലൂടെ കണ്ടെത്തുന്ന വിവരങ്ങൾ യൂസ്ഫുൾ ആകുന്നുണ്ട്. then it helps to take decisions in large scale business firms. അപ്പോൾ വൻകിട ബിസിനസ് ഫേമുകളിൽ ഡിസിഷൻസ് എടുക്കുന്നതിന് തീർച്ചയായിട്ടും വൻതോതിൽ തന്നെ റിസർച്ച് ആക്ടിവിറ്റീസ് ഏറ്റെടുത്ത് നടപ്പിലാക്കേണ്ടതുണ്ട്. then it helps the management choose the best course of action. ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി, ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി വിവിധ മാർഗങ്ങളുണ്ടെങ്കിൽ ആ വിവിധ മാർഗങ്ങളിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗം ഏതാണ്, ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ഏതാണെന്നുള്ളത് ചൂസ് ചെയ്യുന്നതിന് വേണ്ടി മാനേജ്മെൻറ്റിന് ഈ റിസർച്ചിലൂടെ ലഭിക്കുന്ന വിവരങ്ങൾ ഉപയോഗപ്പെടുത്താം. ഇറ്റ് ഹെൽപ്സ് ഇൻ SWOT അനാലിസിസ്. SWOT അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെട്ട്, ഈ 4 കാര്യങ്ങൾ കൂടുന്നതാണ് SWOT എന്ന് പറയുക.
അപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്, വീക്ക്നെസ് എന്തൊക്കെയാണ്, അതിൻ്റെ മുന്നിലുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, അതിനോട് ഉള്ള ത്രെഡ്സ്, ബിസിനസ്സിന് മുന്നിലുള്ള ഭീഷണികൾ, കോമ്പറ്റേറ്റീവ്സ് ആവാം, മത്സരിക്കുന്ന മറ്റ് കമ്പനികളാകാം, അതുപോലുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇത് സഹായിക്കുന്നുണ്ട്. ദെൻ ഇറ്റ് ഹെൽപ്സ് ഇൻ സർവൈവൽ, ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ ഗ്രോത്തിനും എക്സ്പാൻഷനും വേണ്ടി കൃത്യമായിട്ടുള്ള ഡിസിഷൻസ് എടുക്കേണ്ടതുണ്ട്, കാര്യങ്ങൾ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യേണ്ടതുണ്ട്, പ്ലാനിങ് നടത്തേണ്ടതുണ്ട്. അതിനെല്ലാം റിസർച്ചിലൂടെ കണ്ടെത്തുന്ന ഡാറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ യൂസ്ഫുൾ ആകുന്നു. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു എസ്എ ക്വസ്റ്റ്യൻ ആണ് സ്റ്റെപ്സ് ഓർ ഫേസസ് ഇൻ റിസർച്ച് പ്രോസസ്സ്. അപ്പോൾ ബിസിനസ് റിസർച്ചിലെ ഫേസസ്, ഘട്ടങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് തന്നെ എഴുതാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ സ്റ്റെപ്സ് ഇൻ റിസർച്ച്, റിസർച്ചിലെ സ്റ്റെപ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇത് തന്നെ എഴുതാവുന്നതേ ഉള്ളൂ. ഏകദേശം നമ്മൾ 13ഓളം സ്റ്റെപ്സ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ചില ടെക്സ്റ്റിൽ ആദ്യത്തെ 3 സ്റ്റെപ്പുകൾ ഒഴിവാക്കിക്കൊണ്ട് നേരിട്ട് ഫോർമുലേഷൻ ഓഫ് ബിസിനസ് റിസർച്ച് പ്രോബ്ലത്തിൻ്റെ ഒരു ഫോർമുലേഷൻ അല്ലെങ്കിൽ പ്രോബ്ലത്തിൻ്റെ ഡെഫിനേഷൻ തുടങ്ങിയ രീതിയിലായിരിക്കും ചിലപ്പോൾ ചോദിച്ചിരിക്കുന്നത്. അത് മുതൽ എഴുതിയാലും മതി. അല്പോടെ പോയിൻറ്റ്സുകൾ കൂടുതൽ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സ്കോർ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ടെൻറ്റേറ്റീവ് സെലക്ഷനിൽ തുടങ്ങി പ്രിപ്പറേഷൻ ഓഫ് റിസർച്ച് റിപ്പോർട്ട് അല്ലെങ്കിൽ തീസിസ് വരെയാണ് ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കത് കുറച്ച് സെൻറ്റൻസുകൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൂടി പഠിച്ചു വെക്കേണ്ടതുണ്ട്, കാരണം എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുള്ളതുകൊണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ടെൻറ്റേറ്റീവ് സെലക്ഷൻ ഓഫ് ദി പ്രോബ്ലം. ആദ്യം നമ്മൾ റിസർച്ച് നടത്താൻ പോകുമ്പോൾ എന്താണ് നമ്മുടെ റിസർച്ച് പ്രോബ്ലം, അതിൻ്റെ ഒരു ടെൻറ്റേറ്റീവ് സൊല്യൂഷൻ, ടെൻറ്റേറ്റീവ് സെലക്ഷൻ അല്ലേ. ടെൻറ്റേറ്റീവ് സെലക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ടെൻറ്റേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ താൽക്കാലികമായിട്ടുള്ള എന്നുള്ള അർത്ഥത്തിലാണ് ടെൻറ്റേറ്റീവ് എന്ന് പറയുക. അപ്പോൾ പ്രോബ്ലത്തിൻ്റെ സെലക്ഷൻ താൽക്കാലികമായിട്ട് നമ്മൾ നടത്തുന്നു. ദ ടേം പ്രോബ്ലം മീൻസ് എ ക്വസ്റ്റ്യൻ ടു ബി ആൻസേർഡ് ഓർ ആൻ ഇഷ്യൂ ടു ബി എക്സാമിൻഡ്. ഇവിടെ റിസർച്ച് പ്രോബ്ലം എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സാധാരണ അർത്ഥത്തിൽ പ്രോബ്ലം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു റിസർച്ച് ക്വസ്റ്റ്യൻ, ഒരു നമുക്ക് മനസ്സിലുള്ള ഒരു ചോദ്യം, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി ഫേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ, അതിൻ്റെ ആൻസർ കണ്ടെത്തുക. അല്ലെങ്കിൽ ഇഷ്യൂ ടു ബി എക്സാമിൻഡ്, നമ്മൾ കണ്ടെത്തേണ്ട ഒരു പ്രോബ്ലത്തിൻ്റെ അതിൻ്റെ ഇഷ്യൂ എന്താണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കുക അല്ലേ. ദ ഇഷ്യൂ ടു ബി എക്സാമിൻഡ്, പരിശോധിച്ച് ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യം. ഫസ്റ്റ് ഓഫ് ഓൾ ദ റിസർച്ചർ ഹാവ് ടു ടെൻറ്റേറ്റീവ്ലി സെലക്ട് എ പ്രോബ്ലം. അപ്പോൾ ഒരു റിസർച്ചർ താൽക്കാലികമായിട്ട്, അല്ലെങ്കിൽ പിന്നീട് നമുക്ക് അത് ഉറപ്പിക്കേണ്ട ഒരു പ്രോബ്ലത്തിനെ നമ്മൾ താൽക്കാലികമായിട്ട് ഇപ്പോൾ തിരഞ്ഞെടുക്കുകയാണ്. പിന്നീട് അതിൻ്റെ വാലിഡിറ്റിയും മറ്റും കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം ആ പ്രോബ്ലത്തെ നമ്മൾ ഫൈനലൈസ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ള സെലക്ഷൻ മാത്രമാണ് നടക്കുന്നത്. The main source of the topic are literature, seminar, field visit, internship, experience, media, etc. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ടോപ്പിക്ക്, ഈ പ്രോബ്ലത്തിൻ്റെ ടോപ്പിക്ക്, ഈ ഒരു പ്രോബ്ലം എങ്ങനെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക, അത് പല രീതിയിലായിരിക്കും നമുക്ക് ലഭിക്കുക. ലിറ്ററേച്ചർ റിവ്യൂവിൽ നിന്നായിരിക്കാം, നമ്മൾ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ലിറ്ററേച്ചറുകൾ വായിച്ചുകൊണ്ടാകാം, സെമിനാറുകൾ പങ്കെടുക്കുമ്പോഴാകാം, ഫീൽഡ് വിസിറ്റുകൾ നടത്തുമ്പോഴാകാം, ഇന്റേൺഷിപ്പിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴാകാം, നമ്മുടെ എക്സ്പീരിയൻസിൻ്റെ ഭാഗമാകാം, മീഡിയയിൽ നിന്നാകാം. അപ്പോൾ പല രീതിയിൽ നമുക്ക് ഈ പ്രോബ്ലങ്ങൾ ഏത് പ്രോബ്ലമാണ് നമ്മൾ റിസർച്ച് നടത്തേണ്ടതെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ അത് താൽക്കാലികമായിട്ട് സെലക്ട് ചെയ്യുക. ദെൻ ഇനീഷ്യൽ സർവേ ഓഫ് ലിറ്ററേച്ചറിൻ്റെ ഇനീഷ്യൽ സർവേ, ഇത് ഉദ്ദേശിക്കുന്നത് ഈ റിസർച്ച് പ്രോബ്ലമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ജേണൽസ്, ആർട്ടിക്കിൾസ്, മാഗസിൻസ്, നെറ്റ് പോലുള്ള ഇൻ്റർനെറ്റ് പോലുള്ള കാര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഇനീഷ്യൽ സർവേ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ലിറ്ററേച്ചർ നമ്മൾ സർവേ നടത്തുകയാണ്. ലിറ്ററേച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട വന്നിരിക്കുന്ന ലേഖനങ്ങളും മറ്റു കാര്യങ്ങളും നമ്മൾ വായിക്കുക, മനസ്സിലാക്കുക എന്നുള്ളതാണ്. ദെൻ ഫൈനലൈസേഷൻ ഓഫ് ദി റിസർച്ച് ടോപ്പിക്, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് റിസർച്ച് ടോപ്പിക്ക്, നമ്മൾ ഏതിലാണ് റിസർച്ച് നടത്തേണ്ടത് ആ ടോപ്പിക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്നു. റിസർച്ചർ ഹാവ് ടു ഫൈനലൈസ് ദ ടോപ്പിക് ആൻഡ് ഹാവ് ടു റെപ്രസെൻറ്റ് ഇറ്റ് ഇൻ ആൻ അനലിറ്റിക്കൽ ആൻഡ് സ്പെസിഫിക് ടേംസ്. കൃത്യമായിട്ട് അതിൻ്റെ അനലിറ്റിക്കൽ ആയിട്ട്, അതിനെ വിശകലനാത്മകമായിട്ട്, അതിനെ സ്പെസിഫിക് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള രീതിയിൽ നമ്മളതിനെ നമ്മുടെ ടോപ്പിക്ക് സെലക്ട് ചെയ്യുന്നു. പ്രോബ്ലം ടോപ്പിക് ഷുഡ് നോട്ട് ബി ടു വൈഡ് ഓർ ടു നാരോ. നമ്മൾ സെലക്ട് ചെയ്യുന്ന ടോപ്പിക്ക് വളരെ വൈഡായിട്ടുള്ള ഒരു ടോപ്പിക് ആവരുത്, നമുക്ക് ചെയ്ത് പൂർത്തിയാക്കാൻ പറ്റുന്നതായിരിക്കണം. ഒപ്പം തന്നെ അത് ടു നാരോ, വളരെ ചെറുതുമാകാൻ പാടില്ല. അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒത്തും നഷ്ടപ്പെടാത്ത രീതിയിലുള്ള ടോപ്പിക്ക് നമ്മൾ സെലക്ട് ചെയ്യണം. ദെൻ ഫോർമുലേഷൻ ഓഫ് എ പ്രോബ്ലം നമ്മൾ ഫോർമുലേഷൻ നടത്തുകയാണ്. അത് പ്രോബ്ലം എന്താണെന്ന് ഡിസൈഡ് ചെയ്യുകയാണ്. സെലക്റ്റഡ് പ്രോബ്ലം ഷുഡ് ബി ട്രാൻസ്ലേറ്റഡ് ഓർ ട്രാൻസ്ഫോംഡ് ഇൻ ടു സയൻറ്റിഫിക് റിസർച്ച് ക്വസ്റ്റ്യൻ. നമ്മൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഈ പ്രോബ്ലത്തിൽ നമ്മൾ റിസർച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ഇവിടെ ആദ്യം ചെയ്യുക. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് സ്പെസിഫിങ് വാട്ട് ആക്ച്വലി ദ റിസർച്ച് പ്രോബ്ലം ആൻഡ് വൈ ഇറ്റ് ഈസ് സ്റ്റഡീഡ്. എന്താണ് ആക്ച്വലി നമ്മുടെ റിസർച്ച് പ്രോബ്ലം, എന്താണ്, എന്തുകൊണ്ടാണ് നമ്മൾ ആ പ്രോബ്ലത്തെ നമ്മൾ സ്റ്റഡി ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ എഴുതുന്നു. ഇറ്റ് ഇൻവോൾവ്സ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ടൈറ്റിൽ, നമ്മുടെ ടോപ്പിക്കിൻ്റെ റിസർച്ചിൻ്റെ ടൈറ്റിൽ എന്താണ്. ഡിഫൈൻ ദ ഒബ്ജക്റ്റീവ് ഓഫ് ദി സ്റ്റഡി, നമ്മുടെ സ്റ്റഡിയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്. വർക്കൗട്ട് ദ കൺസെപ്ച്വൽ മോഡൽ, ഒരു കൺസെപ്റ്റുകളൊക്കെ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട കോൺസെപ്റ്റുകളെല്ലാം
നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മോഡൽ, ഒരു പിക്ചർ രൂപത്തിലുള്ള ഒരു മോഡൽ ഡെവലപ്പ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഫോർമുലേഷൻ ഓഫ് പ്രോബ്ലത്തിൽ വരിക. അടുത്തത് എക്സ്റ്റെൻസീവ് ലിറ്ററേച്ചർ റിവ്യൂ ആണ്. എക്സ്റ്റെൻസീവ് ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം കണ്ടു ലിറ്ററേച്ചർ റിവ്യൂ, അത് താൽക്കാലികമായിട്ട് അല്ലെങ്കിൽ ഷോർട്ടായിട്ടുള്ള ലിറ്ററേച്ചർ റിവ്യൂ ആണ്. ഇപ്പോൾ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പഠിക്കുകയാണ് അല്ലേ. ഇപ്പോൾ റിസർച്ച് ഗ്യാപ്പ്, ഇതിനു മുമ്പ് നടത്തിയിട്ടിരിക്കുന്ന റിസർച്ചുകൾ ഏതൊക്കെയാണ് അതെല്ലാം പഠിക്കുന്നു. നമ്മളിപ്പോൾ നടത്താൻ പോകുന്ന എന്താണ്, അതിൽ നിന്ന് എന്താണ് വ്യത്യാസപ്പെടുത്തുന്നത്, അപ്പോൾ റിസർച്ച് ഗ്യാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ബുക്സും ലിറ്ററേച്ചേഴ്സ് എല്ലാം നമ്മൾ വളരെ വ്യാപകമായിട്ട് നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നു. ഈ ലിറ്ററേച്ചർ റിവ്യൂവിന് ചില 1-2 ഉദാഹരണങ്ങൾ കൂടി അല്ലെങ്കിൽ അതിൻ്റെ യൂസസ്, അതിൻ്റെ ഉപയോഗങ്ങൾ കൂടി നമുക്കൊന്ന് പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണ്. ടു ഗെയിൻ പ്രിലിമിനറി ഓറിയൻറ്റേഷൻ ആൻഡ് ബാക്ക്ഗ്രൗണ്ട് നോളജ് അബൌട്ട് ദി പ്രോബ്ലം, നമ്മുടെ പ്രോബ്ലത്തെക്കുറിച്ചുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് നോളജ്, ഇതിനു മുമ്പ് നടന്നിട്ടുള്ള പഠനങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി. ടു ഗെയിൻ അപ് ടു ഡേറ്റ് നോളജ് അല്ലേ, അപ് ടു ഡേറ്റ് ആയിട്ടുള്ള നോളജ്, ഈ ഏരിയയിൽ എത്രമാത്രം കാര്യങ്ങൾ ഇൻഫർമേഷൻ നമുക്ക് ലഭ്യമാണോ അതെല്ലാം നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നു. ടു നോ ദ വർക്ക് ഓൾറെഡി ഡൺ ഓൺ ദി ടോപ്പിക് റിലേറ്റഡ് ടോപ്പിക്, ഇതുവരെ നടന്നിരിക്കുന്ന ഈ ടോപ്പിക്കിൽ നടന്നിട്ടുള്ള പഠനങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള പഠനങ്ങൾ എന്തൊക്കെയാണ്, ആ പഠനങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു. ടു ഐഡൻറ്റിഫൈ റിസർച്ച് ഗ്യാപ്പ് ഇൻ ദ ഫീൽഡ്, റിസർച്ച് ഗ്യാപ്പ്, മുൻപ് നടന്നിരിക്കുന്ന ഒരു റിസർച്ച് അത് തന്നെ നമുക്ക് കോപ്പി അടിച്ചുകൊണ്ട് മറ്റൊരു റിസർച്ച് ചെയ്യാൻ പാടില്ല അല്ലേ. അപ്പോൾ അതുമായിട്ടൊക്കെ ആ പഴയ റിസർച്ചുകൾ ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നടന്നിരിക്കുന്നത്, ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, അത് തമ്മിലുള്ള ഒരു ഗ്യാപ്പ്, റിസർച്ച് ഗ്യാപ്പ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതാണ് നമ്മൾ നികത്താൻ വേണ്ടി നോക്കേണ്ടത് അല്ലേ. ഒരു പുതിയ ഇതുവരെയും നമുക്ക് ആൻസർ ചെയ്തിട്ടില്ലാത്ത അല്ലെങ്കിൽ സൊല്യൂഷൻ കണ്ടെത്തിയിട്ടാത്ത പ്രോബ്ലമാണ് നമ്മളത് റിസർച്ച് ടോപ്പിക്കായിട്ട് എടുക്കേണ്ടത്. ടു അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക്, അതായത് ഒരാൾ ചെയ്ത ഒരു റിസർച്ച് അതേപടി നമുക്ക് ചെയ്യാൻ സാധിക്കില്ല, അത്തരത്തിലുള്ള ഡ്യൂപ്ലിക്കേഷൻ വർക്കൊക്കെ അവോയ്ഡ് ചെയ്യണം. ടു ഗെറ്റ് ആൻ ഐഡിയ അബൌട്ട് ദ റിസർച്ച് വർക്ക്, നമ്മൾ ചെയ്യാൻ പോകുന്ന റിസർച്ച് വർക്കിനെ കുറിച്ച് ഒരു ഐഡിയ ലഭിക്കുന്നതിന് വേണ്ടി ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാം ഈ ലിറ്ററേച്ചർ റിവ്യൂ സഹായിക്കുന്നുണ്ട്. ഇനി നമുക്ക് 6ാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാം. ഇപ്പോൾ നിങ്ങൾ എസ്സേ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു പർപ്പസ് ഓഫ് ലിറ്ററേച്ചർ റിവ്യൂ അതിൻ്റെ കൂടെ എഴുതണമെന്നില്ല കേട്ടോ, അത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ലിറ്ററേച്ചർ റിവ്യൂവിൻ്റെ യൂസസോ അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസോ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഇത്രയും പോയിന്റ് എഴുതിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് 5ാമത്തെ പോയിന്റിൽ നേരെ 6ാമത്തെ പോയിന്റിലേക്ക് വരാം. ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തിസിസ് ആണ് നമ്മൾ നോക്കുക. അപ്പോൾ എന്താണ് ഹൈപ്പോത്തിസിസ്, ഹൈപ്പോത്തിസിസ് എന്താണെന്നും പ്രപ്പോസിഷൻ എന്താണ്, ഹൈപ്പോത്തിസിസ് പ്രപ്പോസിഷൻ, ഈ 2 കാര്യങ്ങൾ നിങ്ങളുടെ സിലബസിൽ മൊഡ്യൂൾ 1-ൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഹൈപ്പോത്തിസിസ് എന്നും അതിനെ പ്രപ്പോസിഷനിൽ നിന്ന് വ്യത്യസ്തമാക്കണം എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ റിസർച്ച് പ്രോസസ്സിൻ്റെ സ്റ്റെപ്പിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളത് അടുത്ത സ്റ്റെപ്പാണ്. ഇനി എന്താണ് ഹൈപ്പോത്തിസിസ്? ഹൈപ്പോത്തിസിസ് ഈസ് എ ടെൻഡേറ്റീവ് അസംഷൻ ഓർ പ്രപ്പോസിഷൻ ഫോർമുലേറ്റഡ് ഫോർ ടെസ്റ്റിംഗ്, അതായത് ടെസ്റ്റിങ്ങിന് വേണ്ടി നമ്മൾ ഒരു കാര്യം നമ്മൾ ഉറപ്പിച്ച് നിരീക്ഷണങ്ങളോട് നമുക്ക് ഉറപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ മനസ്സിലുള്ള റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട സങ്കല്പങ്ങളെയാണ്, അസംഷൻസിനെയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രപ്പോസിഷൻ, ആ സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് നമ്മൾ ഹൈപ്പോത്തിസിസ് എന്ന് ജനറലായിട്ട് പറയുക. ഇറ്റ് ഈസ് എ ടെൻഡേറ്റീവ് ജനറലൈസേഷൻ, താൽക്കാലികമായിട്ട് നമ്മൾ അത് നമ്മുടെ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനായിട്ട് നമ്മൾ എടുക്കുകയാണ്. പിന്നീട് നമ്മളിത് ടെസ്റ്റ് ചെയ്ത് പിന്നീട് അതിൻ്റെ ഒരു ഒതൻറ്റിസിറ്റി, അതിൻ്റെ ആധികാരികത നമ്മൾ തെളിയിക്കേണ്ടതുണ്ട്. റിസർച്ചിലൂടെയാണ് അത് തെളിയിക്കപ്പെടേണ്ടത്. അപ്പോൾ റിസർച്ചിനെ സഹായിക്കുന്ന അനുമാനങ്ങളാണ് റിസർച്ച് ഹൈപ്പോത്തിസിസ്. ദ വാലിഡിറ്റി ഓഫ് വിച്ച് റിമെയിൻസ് ടെസ്റ്റഡ്, ഈ ഒരു റിസർച്ച് ഹൈപ്പോത്തിസിസിൻ്റെ വാലിഡിറ്റി, അതിൻ്റെ ഒതൻറ്റിസിറ്റി, എത്രമാത്രം അത് റിയലാണ്, കറക്റ്റാണ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ടെസ്റ്റ് ചെയ്ത് എംപിരിക്കലായിട്ട് നമുക്ക് തെളിയിക്കേണ്ടതുണ്ട്. ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തിസിസ് ആണ്, റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട സങ്കല്പങ്ങളെയാണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുക. അതാണ് അടുത്ത സ്റ്റെപ്പ്. അടുത്തത് പ്രിപ്പറേഷൻ ഓഫ് റിസർച്ച് ഡിസൈൻ ആണ്. റിസർച്ച് ഡിസൈൻ എന്താണെന്നും അതിൻ്റെ സ്റ്റെപ്പ് എന്താണെന്ന് നമ്മൾ പിന്നീട് പഠിക്കുന്നതാണ്. ഈ ഒരു സ്റ്റെപ്പിൻ്റെ ഭാഗമായിട്ട് എന്താണ് റിസർച്ച് ഡിസൈൻ നമുക്ക് നോക്കാം. റിസർച്ച് ഡിസൈൻ ഈസ് എ കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ദി സീരീസ് ഓഫ് ഓപ്പറേഷൻ ദാറ്റ് എ റിസർച്ചർ ഇൻറ്റൻസ് ടു ക്യാരി ഔട്ട് ടു അക്കംപ്ലിഷ് ദ റിസർച്ച് ഒബ്ജക്റ്റീവ്സ്. ഒരു റിസർച്ച് ഒബ്ജക്റ്റീവ് നേടുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷ്യങ്ങൾ നേടുന്നതിന് ഭാഗമായിട്ട് നമ്മൾ നടത്തുന്ന കോംപ്രിഹെൻസീവ് പ്ലാൻ, വളരെ വിപുലമായിട്ടുള്ള ഒരു പ്ലാനാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് റിസർച്ചിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ ഒരു പ്ലാനിനെയാണ്, ആസൂത്രണത്തെയാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുക. ഇറ്റ് സ്പെസിഫൈ ദ ഒബ്ജക്റ്റീവ് ഓഫ് ദി സ്റ്റഡി, ദ മെത്തഡോളജി ആൻഡ് ദ ടെക്നിക്സ് ടു ബി അഡോപ്റ്റഡ് ഫോർ അച്ചീവിംഗ് ദ ഗോൾ. നമ്മൾ റിസർച്ച് നടത്തുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, എന്തൊക്കെയാണ് മെത്തഡോളജി, ഏതൊക്കെ മാർഗ്ഗങ്ങളിലൂടെയാണ് നമ്മൾ റിസർച്ച് പൂർത്തിയാക്കുക, എന്തൊക്കെ ടെക്നിക്കുകളാണ്, റിസർച്ച് ടെക്നിക്കുകൾ നമ്മൾ ഉപയോഗിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ റിസർച്ച് ഡിസൈൻ്റെ ഭാഗമായിട്ട് വരുന്നു. ദെൻ പ്രിപ്പറേഷൻ ഓഫ് സാമ്പിൾ ഡിസൈൻ ആണ്. ഇത് റിസർച്ച് ഡിസൈൻ ആണ്. റിസർച്ച് ഡിസൈൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സാമ്പിൾ ഡിസൈൻ നമുക്ക് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ സാമ്പിൾ ഡിസൈൻ എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം. ഇറ്റ് ഈസ് എ ഡെഫിനേറ്റീവ് പ്ലാൻ ഫോർ ഒബ്റ്റെയിനിങ് എ സാമ്പിൾ ഫ്രം എ ഗിവൺ പോപ്പുലേഷൻ. നിങ്ങൾക്ക് ഇതെല്ലാം ചിലപ്പോൾ വാട്ട് ഈസ് റിസർച്ച് ഡിസൈൻ എന്നുള്ളത് നിങ്ങൾക്ക് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ വാട്ട് ഈസ് സാമ്പിളിംഗ് ഡിസൈൻ എന്ന് നിങ്ങളോട് ചോദിക്കാം. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്കൊരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ടും നിങ്ങൾക്ക് വരാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക.
ഇറ്റ് ഈസ് എ ഡെഫിനിറ്റ് പ്ലാൻ ഓഫ് ഒപ്റ്റെയിനിങ് സാമ്പിൾ ഫ്രം എ ഗിവൺ പോപ്പുലേഷൻ. സോ അപ്പോൾ സാമ്പിൾ ഡിസൈൻ എന്ന് പറയുന്നത് ഒരു ഗിവൺ പോപ്പുലേഷനിൽ നിന്ന് നമുക്ക് സാമ്പിൾസ് സെലക്ട് ചെയ്തുകൊണ്ടാണ് നമ്മളത് നമ്മുടെ റിസർച്ച് സാധാരണ പൂർത്തിയാക്കുക. ഇപ്പോൾ നമ്മൾക്ക് ഒരു 10 ലക്ഷം പേരുള്ള ആളുകൾ അവരുടെ ഒരു ഏതെങ്കിലും ഒരു സ്വഭാവ രീതിയോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് പഠിക്കണമെങ്കിൽ 10 ലക്ഷം ആളുകളെ മുഴുവനായിട്ട് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. അതിൽ നിന്ന് നമുക്ക് സാമ്പിളായിട്ട് കുറച്ച് ആളുകൾ ഒരു 1000 പേരെയും കൂടെ സെലക്ട് ചെയ്ത് അവരെ നമുക്ക് പഠിച്ചാൽ മതി അല്ലേ. അപ്പം അങ്ങനെ സാമ്പിളുകൾ പോപ്പുലേഷൻ ഉദ്ദേശിക്കുന്നത് മൊത്തം നമ്മൾ ആളുകളുടെ എണ്ണത്തെയാണ്. 10 ലക്ഷത്തെയാണ് നമ്മുടെ പോപ്പുലേഷൻ എന്ന് പറയുക. അതിൽ നിന്ന് കുറച്ച് ആളുകൾ തിരഞ്ഞെടുക്കുമ്പോൾ സാമ്പിൾ ആകുന്നു. അങ്ങനെ സാമ്പിൾ തിരഞ്ഞെടുക്കുന്ന അതിനു വേണ്ടിയുള്ള ഒരു പ്ലാനിനെയാണ് നമ്മൾ സാമ്പിൾ പ്ലാൻ എന്ന് പറയുക. നോക്കുക, സാമ്പിളിംഗ് ഡിസൈൻ റെഫേഴ്സ് ടു ദി ടെക്നിക്സ് ഓർ ദി പ്രൊസീജിയർ ദ റിസർച്ചർ വുഡ് അഡോപ്റ്റ് ഇൻ സെലക്ടിങ് ഐറ്റംസ് ഓഫ് സാമ്പിൾ. അതായത് സാമ്പിൾ ഡിസൈൻ എന്ന് പറയുന്നത് ഈ ഒരു സാമ്പിളുകൾ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്സോ അല്ലെങ്കിൽ പ്രൊസീജിയർ അതെന്താണ്. ദ റിസർച്ചർ ക്യാൻ യൂസ് പ്രോബബിലിറ്റി ഓർ നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്. പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആകാം, നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആകാം. അപ്പോൾ ഈ പ്രോബബിലിറ്റി ആൻഡ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സ് അത് നിങ്ങൾക്ക് എസ്ഐ ആയിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. അത് നമുക്ക് പിന്നീട് മറ്റൊരു മൊഡ്യൂളിലുണ്ട്, അത് നമുക്ക് അവിടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. ഇറ്റ് ഈസ് നോട്ട് നീഡഡ് ഫോർ സെൻസസ് സർവേ. സെൻസസ് സർവേ ആണെങ്കിൽ ഇത്തരത്തിലുള്ള സാമ്പിളിംഗ് ഡിസൈൻ്റെ ആവശ്യമില്ല. സെൻസസ് സർവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള 10 ലക്ഷം പേരുണ്ടെങ്കിൽ 10 ലക്ഷം ആളുകളെ നമ്മൾ പഠിക്കുകയാണ്. അവർ സാമ്പിളായിട്ട് തിരഞ്ഞെടുത്തുകൊണ്ട് അല്ല ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് സാമ്പിൾ ഡിസൈൻ്റെ ആവശ്യം ഇല്ല. ഇനി കളക്ഷൻ ഓഫ് ഡാറ്റ ഓർ എക്സിക്യൂഷൻ ഓഫ് ദി പ്രോജക്റ്റ്. ഇപ്പോൾ സാമ്പിൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അവരിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ദ റിക്വയർഡ് ഡാറ്റ ഈസ് ടു ബി കളക്റ്റഡ് ഫ്രം ഡിഫറെൻറ്റ് സോഴ്സസ്. വിവിധങ്ങളായ സോഴ്സുകളിൽ നിന്ന് നമ്മൾ ആവശ്യത്തിനുള്ള ഡാറ്റ കളക്ട് ചെയ്യുന്നു. പ്രൈമറി ഡാറ്റ ഉപയോഗിക്കാം അല്ലെങ്കിൽ സെക്കൻഡറി ഡാറ്റ ഉപയോഗിക്കാം. ഈ പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ നമ്മൾ ഇതിൻ്റെ നേരിട്ട് കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ് പ്രൈമറി ഡാറ്റ. സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത് വേറെ ആരെങ്കിലും കളക്ട് ചെയ്ത ഏതെങ്കിലും ജേണലിൽ വന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പത്രങ്ങൾ വന്ന കാര്യങ്ങൾ, മറ്റുള്ളവർ നടത്തിയ റിസർച്ചിൽ നിന്നുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ പഠനത്തിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് സെക്കൻഡറി ഡാറ്റയാണ്. അപ്പോൾ എന്താണ് പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റ എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പിന്നീട് നോക്കുന്നുണ്ട്. ഡിഫറെൻറ്റ് മെത്തേഡ്സ് സച്ച് ആസ് ഒബ്സർവേഷൻ. നമുക്ക് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് പല മെത്തേഡുകൾ, ഒബ്സർവേഷൻ മെത്തേഡ്, ഇൻ്റർവ്യൂ മെത്തേഡ്, എക്സ്പെരിമെൻറ്റേഷൻ മെത്തേഡ്, സർവേ മെത്തേഡ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പല ടൂൾസുകൾ ഉപയോഗിക്കുന്നുണ്ട് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട്. ക്വസ്റ്റ്നെയർസ്, ഇൻവെൻറ്ററി ഷെഡ്യൂൾസ്, അതായത് ക്വസ്റ്റ്നെയറും ഷെഡ്യൂളും, ഈ കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് നോക്കുന്നുണ്ട് കേട്ടോ. ഈ പേരുകൾ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്നതുകൊണ്ട് ഉപയോഗിക്കുന്ന ടെക്നിക്സും ടൂൾസും, പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സ്റ്റെപ്പിൽ വരിക. അടുത്ത 10ാമത്തെ സ്റ്റെപ്പ്, നമ്മൾ ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡാറ്റയെ നമ്മൾ അനാലിസിസ് നടത്തണം അല്ലേ. ആ ഡാറ്റയെ വെച്ചുകൊണ്ട് നമ്മൾ അനാലിസിസ് നടത്തിയിട്ട് നമുക്ക് ഫൈൻഡിങ്സിലേക്ക് എത്തണം. ഇൻ ഓർഡർ ടു അനലൈസ് ദ ഡാറ്റ കളക്റ്റഡ് ഇറ്റ് ഷുഡ് ബി എഡിറ്റഡ്, ക്ലാസിഫൈഡ് ആൻഡ് ടാബുലേറ്റഡ്. ആ ഡാറ്റയെ നമ്മൾ എഡിറ്റ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് തരം തിരിച്ച് നമ്മളത് ടേബിളുകളിലായിട്ട് നമ്മളത് പ്രസൻറ്റ് ചെയ്യുന്നു. സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ക്യാൻ ബി യൂസ്ഡ് ടു അനലൈസ് ദ ഡാറ്റ. ഇനി ഡാറ്റ അനാലിസിസിന് വേണ്ടി നമുക്ക് പല സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. റേഷ്യോസ്, പെർസെൻറ്റേജ്, ഗ്രാഫ്സ്, ടേബിൾസ്, കോഎഫിഷ്യൻസ്, അതെല്ലാം ഡാറ്റ അനാലിസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഒപ്പം തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയർ പാക്കേജസ്, SPSS പോലുള്ള ഈ ഡാറ്റ അനാലിസിസിനെ സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളും നമുക്ക് ലഭ്യമാണ്. ദെൻ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ്. നമ്മൾ നേരത്തെ രൂപം കൊടുത്ത ഫോർമുലേറ്റ് ചെയ്ത ഹൈപ്പോത്തിസിസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണ്. ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ സങ്കല്പങ്ങൾ, നമ്മുടെ ഹൈപ്പോത്തിസിസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യണമോ എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടിയാണ്. ഒരുപക്ഷെ നമ്മുടെ സങ്കല്പങ്ങൾ, അനുമാനങ്ങൾ, റിസർച്ച് ഹൈപ്പോത്തിസിസ് ശരിയായേക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ അതിനെ റിജക്റ്റ് ചെയ്യുന്നു, നിരസിക്കുന്നു അല്ലേ. അപ്പോൾ അതിനുവേണ്ടി പല ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. ഈ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് ഹൈപ്പോത്തിസിസിൻ്റെ വാലിഡിറ്റി, അതിനെ അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ തീരുമാനിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ടെസ്റ്റാണ്. ഇഫ് ടെസ്റ്റ്, ടി ടെസ്റ്റ്, Chi-square ടെസ്റ്റ്, എഫ് ടെസ്റ്റ് തുടങ്ങിയ ടെസ്റ്റുകളൊക്കെ നമ്മൾ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് ക്ലാസ്സുകളുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സുകൾ ഈ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. ദെൻ ജനറലൈസേഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. ഈ ഹൈപ്പോത്തിസിസ് നമ്മൾ ടെസ്റ്റ് ചെയ്തു, നമ്മൾ ഡാറ്റ അനാലിസിസ് നടത്തി, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ ചില നിഗമനങ്ങളിലേക്ക്, ഇൻ്റർപ്രിട്ടേഷൻസിലേക്ക് എത്തുകയാണ്. ആഫ്റ്റർ ടെസ്റ്റിംഗ് ഹൈപ്പോത്തിസിസ് ദ റിസർച്ചർ വിൽ ഏബിൾ ടു അറൈവ് അറ്റ് ജനറലൈസേഷൻ. ദ റിസർച്ചർ ഹാസ് ടു പ്രിപ്പയർ ഹിസ് ഫൈൻഡിങ്സ് ആൻഡ് കൺക്ലൂഷൻസ്. ഇറ്റ് ഷുഡ് ബി ജസ്റ്റിഫൈഡ് വിത്ത് ദി ഒബ്ജക്റ്റീവ് സെറ്റ് ഏർലിയർ. നമ്മൾ ഈ ഒരു ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്ത് ഡാറ്റ അനാലിസിസിന് ശേഷം നമ്മൾ ചില ഫൈൻഡിങ്സിലേക്കും കൺക്ലൂഷൻസിലേക്കും എത്തുന്നു. അത് നമ്മൾ ആദ്യം നമ്മൾ സെറ്റ് ചെയ്ത റിസർച്ച് ഒബ്ജക്റ്റീവ്സിനോട് ചേരുന്ന രീതിയിൽ ആ ഒബ്ജക്റ്റീവ്സിനെ സാധൂകരിക്കുന്ന അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കൺക്ലൂഷൻസും ഫൈൻഡിങ്സും ആയിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. ഈ ഷുഡ് ബി ബേസ്ഡ് ഓൺ പ്രോപ്പർ എവിഡൻസ് അണ്ടർ സ്റ്റഡി. ആവശ്യത്തിന് എവിഡൻസ്, തെളിവുകൾ സഹിതമാണ് ഒരാൾ തൻ്റെ കൺക്ലൂഷൻസിലേക്ക് അല്ലെങ്കിൽ ഫൈൻഡിങ്സിലേക്ക് എത്തേണ്ടത്. ദെൻ അടുത്തത് പ്രിപ്പറേഷൻ ഓഫ് ദി റിപ്പോർട്ട് ഓർ തീസിസ് ആണ്. ലാസ്റ്റ് സ്റ്റെപ്പാണ്. നമ്മൾ റിസർച്ച് റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കുന്നു. ഇറ്റ് ഈസ് ദ ഫൈനൽ സ്റ്റേജ് ഓഫ് ദി റിസർച്ച് പ്രോസസ്സ്. നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങളെല്ലാം നമ്മൾ റിപ്പോർട്ടായിട്ട് അവതരിപ്പിക്കുന്നു അല്ലേ. ദ റിസർച്ചർ ഹാസ് ടു പ്രിപ്പയർ എ റിസർച്ച് റിപ്പോർട്ട് വിച്ച് ഇൻഡിക്കേറ്റ്സ് വാട്ട് ഹി ഹാസ് ഡൺ ആൻഡ് ഹൗ ഇറ്റ് ഈസ് പ്രൂവ്ഡ്.
എന്തൊക്കെ കാര്യങ്ങളാണ് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തത് എന്നുള്ളത് അത് എഴുതി തയ്യാറാക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് പ്രൂവ് ചെയ്തത്, എന്തൊക്കെയാണ് ഫൈൻഡിങ്സ്, കൺക്ലൂഷൻസ്, സജഷൻസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്ന ഒരു റെക്കോർഡാണ് ഈ ബിസിനസ് തീസിസിൻ്റെ അല്ലെങ്കിൽ റിസർച്ചിൻ്റെ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇതാണ് റിസർച്ച് പ്രോസസ്സിലെ ലാസ്റ്റ് സ്റ്റെപ്പ്. ഇനി നമുക്ക് ഹൈപ്പോത്തിസിസ് എന്താണ് എന്നുള്ളത് നമുക്ക് ഒന്നുകൂടെ നോക്കാം. കാരണം ഹൈപ്പോത്തിസിസും പ്രപ്പോസിഷനും രണ്ടായിട്ടും നമുക്ക് സിലബസിൽ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹൈപ്പോത്തിസിസ്, വാട്ട് ഈസ് ഹൈപ്പോത്തിസിസ്, വാട്ട് ആർ ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. ഹൈപ്പോത്തിസിസ് നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു കാര്യം നിങ്ങൾക്ക് എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹൈപ്പോത്തിസിസ് എ പ്രെഡിക്റ്റീവ് സ്റ്റേറ്റ്മെന്റ് കേപ്പബിൾ ഓഫ് ബീങ് ടെസ്റ്റഡ് ബൈ സയന്റിഫിക് മെത്തേഡ്. അപ്പോൾ നമുക്ക് നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ശരിക്കും ഈ ഹൈപ്പോത്തിസിസ്, ബട്ട് ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് ബീങ് ടെസ്റ്റഡ് ബൈ സയന്റിഫിക് മെത്തേഡ്. സയന്റിഫിക് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിനെ ടെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്കത് വാലിഡ് ആണോ അല്ലയോ, നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ വാലിഡിറ്റി ഡിറ്റർമൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഹൈപ്പോത്തിസിസ് എന്ന് പറയുക. ദാറ്റ് റിലേസ് ആൻ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ടു സം ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്തൊക്കെയാണെന്നുള്ളത് വേരിയബിൾസ് എന്ന് പറഞ്ഞ സെക്ഷൻ നമ്മൾ പിന്നീട് പഠിക്കും. അപ്പോൾ അത്തരത്തിലുള്ള രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പൊക്കെയാണ് ഹൈപ്പോത്തിസിസിലൂടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഇനി അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഈ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ക്ലിയർ ആൻഡ് പ്രിസൈസ്. വളരെ കൃത്യമായിട്ട് വ്യക്തമായ രീതിയിൽ നമ്മൾ ഹൈപ്പോത്തിസിസ് പ്രസൻറ്റ് ചെയ്യണം. ഇറ്റ് ഷുഡ് ബി കേപ്പബിൾ ഓഫ് ബീങ് ടെസ്റ്റഡ്. അതിനെ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ വാലിഡിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഹൈപ്പോത്തിസിസ് ആയിരിക്കണം. ഹൈപ്പോത്തിസിസ് ഷുഡ് സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കൃത്യമായിട്ട് സ്റ്റേറ്റ് ചെയ്യണം. ഇപ്പോൾ റിലേഷണൽ ഹൈപ്പോത്തിസിസ് ആണെങ്കിലാണ് നമുക്ക് ആ റിലേഷൻഷിപ്പ്, വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ സ്റ്റേറ്റ് ചെയ്യേണ്ടത്. എന്താണ് റിലേഷണൽ ഹൈപ്പോത്തിസിസ് അല്ലെങ്കിൽ ഹൈപ്പോത്തിസിന്റെ ഡിഫറെൻറ്റ് ടൈപ്സ് എന്നുള്ളത് നമ്മൾ ഇതിന് ശേഷം ഉടനെ പഠിക്കും. ദെൻ ഹൈപ്പോത്തിസിസ് ഷുഡ് ബി ലിമിറ്റഡ് ഇൻ സ്കോപ്പ് ആൻഡ് മസ്റ്റ് ബി സ്പെസിഫിക്. ഹൈപ്പോത്തിസിസ് അതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ഒത്തിരി കൂടാൻ പാടില്ല, അത് ലിമിറ്റഡ് ആയിരിക്കണം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാകണം. മസ്റ്റ് ബി സ്പെസിഫിക് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഹൈപ്പോത്തിസിസ് ആയിരിക്കണം. ദെൻ ഹൈപ്പോത്തിസിസ് ഷുഡ് ബി സ്റ്റേറ്റഡ് ആസ് ഫാർ ആസ് പോസിബിൾ ഇൻ മോസ്റ്റ് സിമ്പിൾ ടേംസ്. മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ, ഒരു വായനക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ സിമ്പിളായിട്ടുള്ള ഹൈപ്പോത്തിസിസുകളാണ് പരമാവധി നമ്മൾ ഫ്രെയിം ചെയ്യേണ്ടത്. അടുത്ത നമ്മൾ നോക്കുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൈപ്പോത്തിസിസ് ആണ്. അപ്പോൾ ഹൈപ്പോത്തിസിസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ചിലപ്പോൾ അതും ചോദിക്കാം. എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൈപ്പോത്തിസിസ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഹൈപ്പോത്തിസിസുകളിൽ ഏതെങ്കിലും ഒന്ന് ഷോർട്ട് ആൻസർ ആയിട്ട് ആ രീതിയിലും ചോദിക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് ഡിസ്ക്രിപ്റ്റീവ് ഹൈപ്പോത്തിസിസ് ആണ്. ഡിസ്ക്രൈബിംഗ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ വേരിയബിൾ. നമ്മുടെ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട വേരിയബിൾസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഫീച്ചേഴ്സ് ഡിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിലുള്ള ഹൈപ്പോത്തിസിസ് ആണ് ഡിസ്ക്രിപ്റ്റീവ് ഹൈപ്പോത്തിസിസ്. മേ ബി ആൻ ഒബ്ജക്റ്റ്, പേഴ്സൺ, ഓർഗനൈസേഷൻ, ഇവന്റ് ആൻഡ് സിറ്റുവേഷൻ. ഇപ്പോൾ ഏതെങ്കിലും വേരിയബിൾസ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഏതെങ്കിലും നമ്മൾ ഒരു വസ്തുവാകാം, അല്ലെങ്കിൽ വ്യക്തിയാകാം, ഓർഗനൈസേഷൻ ആകാം, ഏതെങ്കിലും ഒരു ഇവന്റ് ആകാം, അല്ലെങ്കിൽ സിറ്റുവേഷൻ, അതിനെയൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിലുള്ള ഹൈപ്പോത്തിസിസ് ആണെങ്കിൽ അത് ഡിസ്ക്രിപ്റ്റീവ് ഹൈപ്പോത്തിസിസ് ആണ്. ഇപ്പോൾ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഓഫ് കൊമേഴ്സ് ഗ്രാജുവേറ്റ്സ് ഈസ് മോർ ദാൻ ആർട്സ് സ്റ്റുഡൻസ്. ആർട്സ് സ്റ്റുഡൻസിനേക്കാളും കൂടുതൽ കൊമേഴ്സ് സ്റ്റുഡൻസിന് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് നമ്മൾ നടത്തുന്ന ഒരു സ്റ്റഡി. നമ്മുടെ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ആർട്സ് സ്റ്റുഡൻസിനേക്കാളും കൊമേഴ്സ് സ്റ്റുഡൻസിന് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കൂടുതലുണ്ട് എന്നുള്ളതാണ്, അല്ലേ? അത് ഡിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഹൈപ്പോത്തിസിസ്, അത് ഡിസ്ക്രിപ്റ്റീവ് ഹൈപ്പോത്തിസിസിന് ഉദാഹരണമാണ്. ദെൻ റിലേഷണൽ ഹൈപ്പോത്തിസിസ്. റിലേഷണൽ എന്ന് പറയുമ്പോൾ എസ്റ്റാബ്ലിഷ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ്. രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ നമ്മൾ ഹൈപ്പോത്തിസിസ് ആയിട്ട് പറയുക. ഇറ്റ് മേ ബി പോസിറ്റീവ് റിലേഷൻഷിപ്പ് ഉണ്ട്, നെഗറ്റീവ് റിലേഷൻഷിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഇത് തമ്മിൽ ബന്ധമൊന്നുമില്ല തുടങ്ങിയ രീതിയിൽ അവതരിപ്പിക്കുന്ന ഹൈപ്പോത്തിസിസ് ആണ് റിലേഷണൽ ഹൈപ്പോത്തിസിസ്. എക്സാമ്പിൾ, ഹൈ ഇൻകം ലീഡ്സ് ടു ഹൈ സേവിങ്സ്. കൂടുതൽ ഇൻകം ഉള്ള ആളുകൾ കൂടുതൽ സേവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് കൂടുതൽ ഇൻകം എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ആണ്, കൂടുതൽ സേവിങ്സ് എന്ന് പറയുന്നത് മറ്റൊരു വേരിയബിൾ ആണ്. അപ്പോൾ ഇത് തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളതാണ് ഈ റിലേഷണൽ ഹൈപ്പോത്തിസിസ് ഒരു എക്സാമ്പിൾ എടുത്ത് പറയുക. അടുത്ത കോസൽ ഹൈപ്പോത്തിസിസ് ആണ്. കോസൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം എന്നുള്ള അർത്ഥത്തിൽ. ഇത് ചേഞ്ച് ഇൻ വൺ വേരിയബിൾ ലീഡ്സ് ടു ചേഞ്ച് ഇൻ അനദർ വേരിയബിൾ. ഒരു വേരിയബിളിൽ ഉണ്ടാകുന്ന മാറ്റം മറ്റൊരു വേരിയബിളിൻ്റെ ചേഞ്ചിന് കാരണമാകുന്നു. അത്തരത്തിലുള്ള ഹൈപ്പോത്തിസിസ് ആണ് കോസൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കോസൽ ഹൈപ്പോത്തിസിസ് എന്ന് പറയുക. ദാറ്റ് ഈസ് ഡിപ്പെൻഡൻ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, ഒരു വേരിയബിൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, മറ്റൊരു വേരിയബിൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിരിക്കും. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിട്ടുള്ള ആ വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും ഇത് നിൽക്കുക. അതുകൊണ്ട് അതിനാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുക. വൺ വേരിയബിൾ ഇസ് എ കോസ് ആൻഡ് അതർ വൺ ഈസ് ദി എഫക്റ്റ്. ഒരു വേരിയബിൾ കോസും കാരണവും അതിൻ്റെ എഫക്റ്റും ഉണ്ട്, അതിൻ്റെ കാര്യങ്ങൾ കൊണ്ട് മറ്റൊരു വേരിയബിൾ മാറ്റം ഉണ്ടാകുന്നു. അതിന് മറ്റൊരു വേരിയബിൾ നമ്മൾ എഫക്റ്റ് എന്നും പറയുന്നു. ഇതെല്ലാം കോസൽ ഹൈപ്പോത്തിസിലാണ് വരിക. ദെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തിസിസ് ആകാം. അസോസിയേഷൻ ഓർ ഡിഫറൻസ് ബിറ്റ്വീൻ ടു വേരിയബിൾസ് ആർ ഹൈപ്പോത്തിസൈസ്ഡ്. രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള അസോസിയേഷൻ, അത് തമ്മിലുള്ള ഒരു കണക്ഷന് അല്ലെങ്കിൽ അത് തമ്മിലുള്ള വ്യത്യാസം, ഇതെല്ലാം നമ്മൾ ഹൈപ്പോത്തറ്റിക്കലായിട്ട് അവതരിപ്പിക്കുമ്പോൾ
അതിനെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നു. ദെൻ നൾ ഹൈപ്പോത്തിസിസും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. നൾ ഹൈപ്പോത്തിസിസ് ഇറ്റ് പോയിന്റ്സ് ഔട്ട് ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ടു പോപ്പുലേഷൻസ് ഇൻ റെസ്പെക്ട് ഓഫ് സെയിം പ്രോപ്പർട്ടി. അപ്പോൾ അതായത് രണ്ട് കാര്യങ്ങൾ തമ്മിൽ വ്യത്യാസമില്ല എന്നുള്ളത് സൂചിപ്പിക്കുന്ന അത്തരത്തിലുള്ള ഹൈപ്പോത്തിസിസിനെയാണ് നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ടു പോപ്പുലേഷൻസ്. രണ്ട് പോപ്പുലേഷൻസ് നമ്മൾ പഠനം നടത്തുന്ന രണ്ട് കാര്യങ്ങൾ തമ്മിൽ ഇൻ റെസ്പെക്ട് ഓഫ് സെയിം പ്രോപ്പർട്ടി ചില സമാനമായിട്ടുള്ള ഫീച്ചേഴ്സ് വെച്ചുകൊണ്ട് നമ്മൾ രണ്ട് പോപ്പുലേഷൻസിനെ രണ്ട് ഗ്രൂപ്പുകൾ നമ്മൾ കമ്പയർ ചെയ്യുന്നു. അപ്പോൾ അവർ തമ്മിൽ വ്യത്യാസമില്ല, ദർ ഈസ് നോ ഡിഫറൻസ് എന്ന് പറയുന്നതാണ് നൾ ഹൈപ്പോത്തിസിസ്. അവർ തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് പഠനത്തിലൂടെ ചിലപ്പോൾ തെളിയിക്കേണ്ടി വരും അല്ലേ. പഠനം നടത്തി കഴിയുമ്പോൾ മനസ്സിലാവുന്നത് അവർ തമ്മിൽ വ്യത്യാസം ഉണ്ട് എന്നായിരിക്കും അല്ലേ. അതിനാണ് നമ്മൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുക. അത് നൾ ഹൈപ്പോത്തിസിസ് നമ്മൾ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. വെൻ വി റിജക്റ്റ് ദ നൾ ഹൈപ്പോത്തിസിസ് വി അക്സെപ്റ്റ് അനദർ ഹൈപ്പോത്തിസിസ്. ആ ഹൈപ്പോത്തിസിസിനെയാണ് നമ്മൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുക. അപ്പോൾ ഇത് രണ്ടും നമുക്ക് റിലേറ്റ് ചെയ്ത് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഇനി എന്താണ് റിസർച്ച് പ്രോബ്ലം? ആ രീതിയിൽ ചിലപ്പോൾ ചോദിച്ചേക്കാം. നോക്കുക, വാട്ട് ഡു യു മീൻ ബൈ റിസർച്ച് പ്രോബ്ലം? പ്രോബ്ലം മീൻസ് എ ക്വസ്റ്റ്യൻ ഓർ എൻ ഇഷ്യൂ ടു ബി എക്സാമിൻഡ്. പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഈ കാര്യം ഞാൻ പറഞ്ഞതാണ്. റിസർച്ച് പ്രോബ്ലം റെഫേഴ്സ് ടു സം കൈൻഡ് ഓഫ് പ്രോബ്ലം വിച്ച് എ റിസർച്ചർ എക്സ്പീരിയൻസ് ഓർ ഒബ്സർവ് ഇൻ ദ കണ്ടെക്സ്റ്റ് ഓഫ് എയ്തർ തിയററ്റിക്കൽ ഓർ പ്രാക്ടിക്കൽ സിറ്റുവേഷൻ. ഒരു റിസർച്ചർ അയാളുടെ തിയററ്റിക്കലായിട്ടുള്ള അയാൾ തിയറി വായിക്കുമ്പോൾ അയാൾക്ക് മനസ്സിലാകുന്ന കാര്യം, അല്ലെങ്കിൽ അയാൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യം, അല്ലെങ്കിൽ അയാൾ ഒബ്സർവ് ചെയ്യുന്ന കാര്യം, അങ്ങനെയുള്ള പ്രായോഗികമായിട്ടോ തിയററ്റിക്കലായിട്ടുള്ള സിറ്റുവേഷൻസിൽ അയാൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം അല്ലേ, അതാണ് റിസർച്ച് പ്രോബ്ലമായിട്ട് അയാൾക്ക് എടുക്കാവുന്നതാണ്. സെലക്ഷൻ ഓഫ് റിസർച്ച് പ്രോബ്ലം ഹാസ് ഹൈ വാല്യൂ ടു ദ സൊസൈറ്റി. അപ്പോൾ അത് സൊസൈറ്റിക്ക് ഗുണകരമായിരിക്കും അത്തരത്തിലുള്ള പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുക. ആൻഡ് ദ റിസർച്ചർ മസ്റ്റ് ബി ഏബിൾ ടു ഐഡന്റിഫൈ ദോസ് പ്രോബ്ലംസ് ദാറ്റ് നീഡ് ആൻ അർജന്റ് സിറ്റുവേഷൻ. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ഒരു പരിഹാരം കണ്ടെത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് റിസർച്ചർ കൃത്യമായിട്ടും അത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും റിസർച്ചർ മുൻഗണന കൊടുക്കേണ്ടത്. റിസർച്ച് പ്രോബ്ലത്തിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അത്യാവശ്യപ്പെട്ട റെക്വിസിറ്റ് എന്ന് പറയുന്നത് ക്ലിയർ ആൻഡ് അൺആംബിഗസ് ആയിരിക്കണം. അത് കൃത്യമായിട്ട് നമ്മൾ റിസർച്ച് പ്രോബ്ലം എന്താണെന്നുള്ളത് അൺആംബിഗസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് തന്നെയാണ് അർത്ഥം, വ്യക്തതയോട് പറയണം. ലോജിക്കൽ ആൻഡ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. എംപരിക്കൽ, നമ്മൾ പരീക്ഷണങ്ങളിലൂടെ നമുക്കതിനെ തെളിയിക്കാൻ പറ്റുന്നതായിരിക്കണം, എംപരിക്കൽ ആയിരിക്കണം. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കണം. അത് വെരിഫയബിൾ ആയിരിക്കണം, അത് പരിശോധിച്ച് ഉറപ്പുവരുത്താൻ പറ്റുന്നതായിരിക്കണം, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം. അത് റിസർച്ചർക്കും പൊതുവെ മറ്റുള്ള ആളുകൾക്കും അവർക്ക് താല്പര്യമുണ്ട്, അറിയാനുള്ള താല്പര്യമുള്ള കാര്യങ്ങളായിരിക്കണം റിസർച്ച് ചെയ്യേണ്ടത്. ഇതൊക്കെയാണ് റിസർച്ച് പ്രോബ്ലം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ പരിഗണിക്കേണ്ട അത്യാവശ്യം ഫീച്ചേഴ്സായിട്ട് പറയുന്നത്. ഇനി നമ്മുടെ പ്രപ്പോസിഷൻ എന്താണെന്നും ഈ പ്രപ്പോസിഷനും ഹൈപ്പോത്തിസിസും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ, ചിലപ്പോൾ അത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട് ചിലപ്പോൾ ചോദിക്കാം. കാരണം പ്രപ്പോസിഷനെന്നും ഹൈപ്പോത്തിസിസിനും കൃത്യമായിട്ട് മൊഡ്യൂൾ 1 സിലബസിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്കതും പ്രതീക്ഷിക്കാം. അപ്പോൾ എന്താണ് പ്രപ്പോസിഷൻ നോക്കുക. പ്രപ്പോസിഷൻസ് ആർ സ്റ്റേറ്റ്മെന്റ്സ് കൺസേൺഡ് വിത്ത് ദി ലോജിക്കൽ റിലേഷൻഷിപ്പ് എമംഗ് കോൺസെപ്റ്റ്സ്. അപ്പോൾ ഒരു റിസർച്ചിലെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ബേസിക് യൂണിറ്റ്സ് ഓഫ് തിയറി ഡെവലപ്മെന്റ് ആണ്. റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ തിയറിറ്റിക്കലായിട്ടുള്ള ഏറ്റവും ബേസ് ആയിട്ടുള്ള യൂണിറ്റുകളെയാണ്, അല്ലെങ്കിൽ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട വേരിയബിൾസിനെയൊക്കെയാണ് നമ്മൾ കോൺസെപ്റ്റ് എന്ന് പറയുക. അപ്പോൾ അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ലോജിക്കൽ റിലേഷൻഷിപ്പ് പറയുന്ന സ്റ്റേറ്റ്മെന്റുകളെയാണ് പ്രപ്പോസിഷൻ എന്ന് പറയുക. അപ്പോൾ പ്രപ്പോസിഷൻ എക്സ്പ്ലെയിൻസ് ദ ലോജിക്കൽ ലിങ്കേജ് എമംഗ് സർട്ടൻ കോൺസെപ്റ്റ് ബൈ യൂണിവേഴ്സൽ കണക്ഷൻ ബിറ്റ്വീൻ കോൺസെപ്റ്റ്. ഇപ്പോൾ രണ്ട് കോൺസെപ്റ്റുകൾ തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ളത് നമ്മൾ അബ്സ്ട്രാക്റ്റ് ആയിട്ട് അതിനെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നമുക്കത് പ്രൂവ് ചെയ്യാൻ സാധിക്കില്ല. അബ്സ്ട്രാക്റ്റ് ആയിട്ട് പറഞ്ഞു വയ്ക്കുന്ന സ്റ്റേറ്റ്മെന്റുകളെയാണ് നമ്മൾ പ്രപ്പോസിഷൻ എന്ന് പറയുക. അപ്പോൾ നമുക്ക് ഈ പ്രപ്പോസിഷനും ഹൈപ്പോത്തിസിസും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. എന്താണെന്ന് നോക്കാം. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഹൈപ്പോത്തിസിസ് ആൻഡ് പ്രപ്പോസിഷൻ കേട്ടോ. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പ്രപ്പോസിഷൻ ആൻഡ് ഹൈപ്പോത്തിസിസ് എന്നുള്ളത് നിങ്ങൾ ചേർക്കുക. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പ്രപ്പോസിഷൻ ആൻഡ് ഹൈപ്പോത്തിസിസ്, അതായത് പ്രപ്പോസിഷൻ വേഴ്സസ് ഹൈപ്പോത്തിസിസ് അല്ലേ. പ്രപ്പോസിഷൻസ് ആർ ജനറൽ സ്റ്റേറ്റ്മെന്റ്സ് വിച്ച് ആർ നോട്ട് ടെസ്റ്റബിൾ. അതായത് പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് ടെസ്റ്റ് ചെയ്ത് നമുക്ക് അതിൻ്റെ വാലിഡിറ്റി അല്ലെങ്കിൽ പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നതല്ല, ജനറൽ സ്റ്റേറ്റ്മെന്റ്സ് ആണെന്ന് അങ്ങനെ എഴുതുക. ബട്ട് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രപ്പോസിഷൻ. ഹൈപ്പോത്തിസിസ് പ്രപ്പോസിഷൻ തന്നെയാണ്, ബട്ട് ഇഫ് ഇറ്റ് ഈസ് എംപെരിക്കലി ടെസ്റ്റബിൾ ഇറ്റ് ക്യാൻ ബി കോൾഡ് ആസ് ഹൈപ്പോത്തിസിസ് അല്ലേ. ആ പ്രപ്പോസിഷനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ആ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രപ്പോസിഷൻസിനെയാണ് നമ്മൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. എംപെരിക്കലി ടെസ്റ്റബിൾ എന്ന് പറയുന്നത് നമുക്ക് അതിനെ നമ്മുടെ എക്സാമിനേഷൻ നടത്തി അല്ലെങ്കിൽ നമുക്കൊരു പരീക്ഷണം നടത്തിക്കൊണ്ട് നമുക്കതിനെ പ്രൂവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഹൈപ്പോത്തിസിസ് ആണെങ്കിൽ, പ്രപ്പോസിഷൻ ആണെങ്കിൽ അതിനെ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നു. ഹൈപ്പോത്തിസിസും പ്രപ്പോസിഷനും എന്താണെന്നും അത് തമ്മിലുള്ള ഡിഫറൻസ് നമുക്കിങ്ങനെ മനസ്സിലാക്കി വയ്ക്കാം. അപ്പോൾ ഇതോടുകൂടി നമുക്ക് ഈ ഒരു മൊഡ്യൂളിൻ്റെ 1ാമത്തെ ഭാഗം അവസാനിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അടുത്ത ഭാഗം നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാനും ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. കൂടുതൽ പേർ കാണാനുണ്ടെങ്കിൽ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ കൂടുതൽ പേർ കാണുന്നുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും അത് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. അപ്പോൾ അവിടുത്തെ ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.